സോ ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാണ്. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാർ ബി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എ. കാർ ബി എയിനെക്കാട്ടിലും ഇരട്ടി വേഗമുണ്ട് കാർ ബിക്ക്. ഇഫ് കാർ എ കവേഴ്സ് 90 കിലോമീറ്റേഴ്സ് ഇൻ 2 hours, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് കാർ ബി? കാർ എ 2 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ കവർ ചെയ്യുമെങ്കിൽ കാർ ബിയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാവോ? ഒരു 10-20 സെക്കൻഡ്സ് മതി അത് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് സ്പീഡ് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സമയത്ത് ചെയ്ത് തീർക്കണം, അല്ലെ? നമുക്ക് തെറ്റാൻ പാടില്ല. മാക്സിമം ആക്യുറസിയോടുകൂടെ സമയത്ത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ എക്സാം ടൈം. നമ്മളെല്ലാം പഠിച്ചിട്ടായിരിക്കും പോവുക, പക്ഷെ സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റണം. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ബി എന്ന് പറയുന്ന കാറ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എ. അപ്പൊ വെലോസിറ്റി ഓഫ് ബി ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് എ. ഇഫ് കാർ എ കവേഴ്സ് 90 കിലോമീറ്റർ ഇൻ 2 hours, കാർ എ സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ? അതിന്റെ എത്ര? 90 കിലോമീറ്റേഴ്സ് ഇൻ 2 hours ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി ഓഫ് കാർ എ എത്രയാണ്? 45 കിലോമീറ്റർ പെർ അവർ. കാരണം ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം അവറിലുമാണ് തന്നേക്കുന്നത്. സോ 45 കിലോമീറ്റർ പെർ അവർ. അപ്പോ നമുക്ക് വി ബി കണ്ടുപിടിക്കാമല്ലോ. വെലോസിറ്റി ഓഫ് ബി ഈസ് 2 into വെലോസിറ്റി ഓഫ് എ, വിച്ച് ഈസ് 45. സോ 90 കിലോമീറ്റർ പെർ അവർ ആണ് കാർ എയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ ചോദ്യം ഓക്കെ ആണോ? So we will move to the next question. The ratio of the speed of x and y is 5:7. X, y, ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ 5:7 ആണ്. Y covers a distance of 420 kilometer in 3 hours. What is the speed of x? Y 3 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എക്സ്? എക്സിന്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. So the ratio of the speed of x and y, എക്സിന്റെയും വൈയുടെയും സ്പീഡ് തമ്മിലുള്ള റേഷ്യോ, which is speed of x by speed of y, is in the ratio 5/7. ഓക്കെ, നമുക്ക് വൈയുടെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള വഴികൾ തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ സ്പീഡാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെ? സോ എക്സിന്റെ സ്പീഡ് വി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 5/7 into വി വൈ. വി വൈനെ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോയി. സോ വി വൈ, വൈയുടെ സ്പീഡ്. വൈ സ്പീഡ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 420 കിലോമീറ്റേഴ്സ് ഇൻ 3 hours. 420 കിലോമീറ്റേഴ്സ് ഇൻ 3 hours. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 5/7 into വി വൈ എന്ന് പറഞ്ഞാൽ 420/3. 42ഉം 7ഉം തമ്മിൽ കട്ട് ചെയ്ത് പോകും. എത്ര വരും? 6 വരും. 6ഉം 3ഉം തമ്മിൽ കട്ട് ചെയ്ത് പോകും. 2 വരും. 5 into 2 is 10. ഒരു 0 കൂടെ ഉണ്ട്. സോ ദ ആൻസർ ഈസ് 100 കിലോമീറ്റർ പെർ അവർ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 100 കിലോമീറ്റർ പെർ അവർ. സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഇൻ മോഷൻ എസെൻഷ്യലി അക്വേഴ്സ്. മൂവ് ചെയ്യുന്ന ഒരു ബോഡി അക്വയർ ചെയ്യുന്ന എനർജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മെക്കാനിക്കൽ എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഏത് എനർജിയാണ് മൂവ് ചെയ്യുന്ന ഒരു ബോഡി അക്വയർ ചെയ്യുന്ന എനർജി? യെസ്, കറക്റ്റ്. കൈനറ്റിക് എനർജിയാണ് ആൻസർ. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഒരു ബോഡിക്ക് ഉണ്ടാവുന്നത്? എന്ത് മൂലമാണ്? മോഷൻ മൂലമാണ് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? Potential energy is due to virtue of its position or configuration. ഒരു ബോഡിയുടെ പൊസിഷൻ മൂലം അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ മൂലം. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അല്ലെ? ഹൈറ്റ് കൂടുന്നതോറും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടും. mgh. അതുപോലെ നമ്മൾ സ്പ്രിങ് പഠിച്ചിട്ടില്ലേ? സ്പ്രിങ്ങില് പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉള്ളത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കോൺഫിഗറേഷൻ. നമ്മൾ സ്പ്രിങ് പ്രസ് ചെയ്യുമ്പോ, കംപ്രസ് ചെയ്യുമ്പോ
അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി. ഓക്കെ, ദെൻ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ ഈ കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഹീറ്റ് എനർജി ഡ്യൂ ടു ടെമ്പറേച്ചർ ആണല്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pressure inside the cabin of the aircraft flying at an altitude is. ഒരു ഓൾട്ടിറ്റ്യൂഡിൽ ഒരു ഹൈറ്റിൽ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ ക്യാബിന്റെ അകത്തുള്ള പ്രഷർ, ആ പ്രഷർ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. സെയിം ആസ് ദാറ്റ് ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് പ്രഷറിന് ഈക്വൽ ആണ്. ലെസ് ദാൻ ദാറ്റ് ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് പ്രഷറിനെക്കാട്ടി കുറവാണ്. മോർ ദാൻ ദാറ്റ് ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കൂടുതലാണ്. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലാണ്. ഏതായിരിക്കും ആൻസർ? ഓക്കെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ മുകളിലേക്ക് പോകും തോറും, ഹൈറ്റിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്ത് സംഭവിക്കും? അത് കൂടുവോ കുറയുവോ? ഡിക്രീസസ്. കറക്റ്റ്. ജിതിൻ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ ഓക്സിജന്റെ അളവിന് എന്ത് സംഭവിക്കും? ഓക്സിജന്റെ അളവും കുറയും. ഓക്കെ, അപ്പൊ ആ സെയിം ഔട്ട്സൈഡ് പ്രഷറിന്റെ അതേ പ്രഷർ തന്നെയാണ് ഇൻസൈഡ് എങ്കിൽ ആൾക്കാർക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും അല്ലെ? ആ ക്യാബിനിലുള്ള ആൾക്കാർക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം അത്രയും ഓൾട്ടിറ്റ്യൂഡിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറവാണ്. ഹെൻസ് there can be ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. അത് മാത്രമല്ല ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് നമ്മൾ പറയും. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അല്ലെങ്കിൽ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഇനി പറയാവോ? യെസ്, സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് നമ്മൾ പറയും, ഓർ ഹൈപ്പോക്സിയ എന്നൊക്കെ പറയും. ഓക്കെ, സോ അത് കാരണം എന്താണ് ക്യാബിന്റെ ഉള്ളിൽ കുറച്ച് ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും പ്രഷർ. പ്രഷറൈസ്ഡ് ക്യാബിനാണ് മോർ ദാൻ ഔട്ട്സൈഡ്. പക്ഷെ അത് സീ ലെവലിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കത്തില്ല, അതിനേക്കാൾ കുറവായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ ദി ഔട്ട്സൈഡ് പ്രഷർ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായോ? ഫോർത്ത് വണ്ണിന്റെ ആൻസർ മനസ്സിലായോ? ഓക്കെ, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു റെഗുലേറ്റ് ടെമ്പറേച്ചർ ടു എ പർട്ടിക്കുലർ ഡിഗ്രി ഈസ് കോൾഡ്. ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദ്യം. ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ കീപ്പ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി തെർമോമീറ്റർ. തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? തെർമോമീറ്റർ ടു മെഷർ ടെമ്പറേച്ചർ ആണ് അല്ലെ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. പൈറോമീറ്ററും ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്, ടു മെഷർ ഹൈ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ ഈ ഫർണസ് ഒക്കെ ഇല്ല, ഇൻഡക്ഷൻ ഫർണസ്, അതുപോലെയുള്ള അതിൽ വളരെ, അതായത് നമ്മുടെ മെറ്റൽസ് ഒക്കെ ഉരുകിയ അവസ്ഥയിൽ കാണുന്ന ഇൻഡക്ഷൻ ഫർണസിലേക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. തെർമോകപ്പിൾ ഈസ് ആക്ച്വലി ടെമ്പറേച്ചർ സെൻസർ ആണ്. ടെമ്പറേച്ചർ സെൻസർ ആണ്. ഈ തെർമോസ്റ്റാറ്റിൽ ഉള്ളൊരു കമ്പോണന്റ് ആണ് ഈ തെർമോകപ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ ഈസ് മെഷർ ഇൻ ടേംസ് ഓഫ്. പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് ഡെൻസിറ്റി, വർക്ക് ഡൺ, ഫോഴ്സ് ആൻഡ് ഏരിയ, ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്. സോ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. Ali travels a distance of 300 meter in 20 minutes and 20 minutes and 30 seconds. 300 മീറ്റർ 2 minutes and 30 seconds കൊണ്ടാണ് 300 മീറ്റർ അലി കവർ ചെയ്തത്. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ചോദിച്ചേക്കുന്നത്. കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്പീഡ് എന്ന് പറയുമ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു
ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഞാനിവിടെ മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 300 മീറ്റർ സെക്കൻഡ് ആവുമ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 സെക്കൻഡ് ആണ്, പ്ലസ് ഈ 30 സെക്കൻഡും കൂടെ കൂട്ടുമ്പോൾ 150 സെക്കൻഡ്. ഇപ്പൊ എനിക്ക് സ്പീഡ് കിട്ടുക മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. 2 കിട്ടും. 18 × 2 36, 36/5 7.2 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മൾ ഓർത്തു. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി തിരിച്ച് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ഇതിന്റെ ആൻസർ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ ഫോർ നോർമൽ ഐ ഈസ്. നോർമൽ ഐയുടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ എത്രയാണ്? യെസ്, എന്താണ് ഈ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് മിനിമം എത്ര ഡിസ്റ്റൻസ് ദൂരെ വെക്കണം. കണ്ണിനോട് വളരെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലർ ആയിട്ടായിരിക്കും കാണുക അല്ലെ. അപ്പൊ മിനിമം എത്ര ഡിസ്റ്റൻസിൽ വെച്ചാലാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുക. ഒരു അഡൾട്ടിലാണ് കേട്ടോ, ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ടിന്റെ കാര്യമാണ് പറയുന്നത്, വിച്ച് ഈസ് 25 സെന്റിമീറ്റർ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ വ്യൂവിങ് സൺ? സണ്ണിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സി എന്ന ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സി ആണ് റൈറ്റ് ആൻസർ. ഹീലിയോസ്കോപ്പ്. ഹീലിയോ എന്ന വേർഡ് തന്നെ സംതിങ് റിലേറ്റഡ് ടു സൺ എന്നാണ് അർത്ഥം. ഹീലിയോ എന്ന വേർഡ് തന്നെ സംതിങ് റിലേറ്റഡ് ടു സൺ എന്നാണ് അർത്ഥം. ഈ സ്ട്രോബോസ്കോപ്പ് എന്താണെന്നറിയാവോ? വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ഇപ്പൊ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ, നമ്മൾ ഈ സ്ട്രോബോസ്കോപ്പ് വെച്ച് അതിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് കിട്ടും. ടെലസ്കോപ്പ് നമുക്കറിയാലോ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ മെഷർ ചെയ്യാനുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ടെലസ്കോപ്പ്. ദെൻ സൺമീറ്റർ. സൺമീറ്റർ എന്താണ്? സൺമീറ്റർ ഈസ് മെഷറിംഗ് സോളാർ റേഡിയേഷൻ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. നമ്മളോട് ഇനി ചോദിക്കുന്നത് ഇത് വല്ലതും ആണെങ്കിലോ, സൺമീറ്റർ എന്താണ്? മെഷറിംഗ് സോളാർ റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൺമീറ്റർ. ടെലിസ്കോപ്പ് ടു വ്യൂ ഹൈ ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ് അറ്റ് വെരി ഹൈ ഡിസ്റ്റൻസ്. മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആക്ച്വലി നമുക്ക് മാഗ്നിഫൈ ചെയ്ത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോബോസ്കോപ്പ് മൂവിങ് ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അത് സ്റ്റില്ലായിട്ട് നിൽക്കും. ഓക്കെ, next one is car B is moving twice as fast as A. Car B A-ന്റെ twice സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. If car A covers a distance of 90 km in 1.5 hours, what is the speed of car B? Car B യുടെ സ്പീഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. യെസ്, ജിതൻ 120 ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്? Car B is twice as fast as car A. So car VB is equal to twice VA. If car A covers a distance of, car A യുടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 90 കിലോമീറ്റർ. ടൈം 1.5 hours ആണ്. 1.5 ഞാൻ 1.5 എന്നുള്ളത് 3/2 ആണ് അല്ലെ. സോ ഇവിടെ 3/2. സോ 90 × 2/3 എത്ര വരും? കട്ട് ചെയ്ത് പോകുമ്പോൾ 30 വരും, വിച്ച് ഈസ് 60. എയുടെ സ്പീഡ് 60 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ സ്പീഡ് 2 × 60 അല്ലെ, വിച്ച് ഈസ് 120
kilometer per hour. 120 kilometer per hour. Building upon movement of ship is based on. ഷിപ്പിനെ ബിൽഡ് ചെയ്യുന്നതും മൂവ് ചെയ്യിക്കുന്നതും is based on Archimedes principle, Faraday's law, Fleming's right hand rule, Newton's second law of motion. Yes, Archimedes principle ആണ് അല്ലേ? So the answer is Archimedes principle. ഈ ഫാരഡേസ് ലോ എവിടെയായിരുന്നു വരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഫാരഡേസ് ലോ, യെസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ EMI യിലാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതൊരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ജനറേറ്റ്സ് ഗ്രേറ്റ് എനർജി. ന്യൂക്ലിയർ ഫിഷൻ ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യുന്നു. അതിന്റെ റീസൺ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ്. The process in which a nucleus is broken into two parts is called nuclear fission. ഓക്കെ, ഒരു ന്യൂക്ലിയസ് ബ്രോക്ക് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് മാറുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. സോ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റിന്റെ ഓപ്ഷൻ എങ്ങനെ വരുമെന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കിക്കേ, അസേർഷനും റീസണും ഇത് രണ്ടും ട്രൂ ആണോ? അല്ലെങ്കിൽ ആരാണ് അതിൽ ട്രൂ ആയിട്ടുള്ളത്? ഇതിൽ ആരാണ് ട്രൂ? അസേർഷൻ ആണെങ്കിൽ എ എന്നും റീസൺ ആണെങ്കിൽ ആർ എന്നും മെസ്സേജ് ഇട്ടാൽ മതി. അസേർഷൻ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ജനറേറ്റ് ഗ്രേറ്റ് എനർജി. ന്യൂക്ലിയർ ഫിഷൻ എന്ന ഫിനോമിനൻ ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യുന്നു. അത് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? യെസ്, ട്രൂ ആണ്. ആൻഡ് റീസൺ, ദ പ്രോസസ് ഇൻ വിച്ച് എ ന്യൂക്ലിയസ് ഈസ് ബ്രോക്കൺ ഇൻ ടു ടു പാർട്ട് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഒരു ന്യൂക്ലിയസ് രണ്ട് പാർട്ടായിട്ട് ബ്രോക്ക് ചെയ്യുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? ഫോൾസ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ട്രൂ ആണ് അല്ലെ. ന്യൂക്ലിയർ ഫിഷൻ, ഒരു ഹെവി ന്യൂക്ലിയസ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയർ ആയി ഡിവൈഡ് ചെയ്യുന്ന, ബ്രോക്കപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് രണ്ട് കുഞ്ഞു ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയർ ഉണ്ടാവുന്നതാണ് ഫ്യൂഷൻ. ഫ്യൂസ് ചെയ്ത് കൂടിച്ചേർന്ന്, അതാണ് ഫ്യൂഷൻ. ആക്ച്വലി അസേർഷനും റീസണും രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണോ തന്നിരിക്കുന്നത്? ആണോ? അസേർഷൻ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ ജനറേറ്റ്സ് ഗ്രേറ്റ് എനർജി. ന്യൂക്ലിയർ ഫ്യൂഷൻ ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നു. റീസൺ തന്നിരിക്കുന്നത് എന്താ? ന്യൂക്ലിയസ് ബ്രോക്ക് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് മാറുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നതെന്നാണ് നമുക്ക് റീസൺ തന്നിരിക്കുന്നത്. അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ ആ റീസൺ തരുന്നത്? അല്ല. കാരണം എന്താ? ന്യൂക്ലിയർ ഫിഷൻ ഗ്രേറ്റ് എനർജി റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ എനർജി റിലീസ് ചെയ്യാൻ ഉള്ള കാരണം എന്താണ്? എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് റീസണിൽ തരേണ്ടത്. എക്സാക്ട്ലി ടു പാർട്ട് അല്ല, അവിടെ കുറച്ച് മേ ബി മോസ്റ്റ്ലി ടു പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ എന്താണ്, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, അങ്ങനെയുള്ള ചില സാധനങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ടു പാർട്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ റീസണും ഫോൾസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ബ്രോക്കൺ ഇൻ ടു ടു ഓർ മോർ പാർട്സ് എന്ന് പറയണം. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ് എന്ന് നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷെ ഇവര് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഇറ്റ് നോസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നാണ് കേട്ടോ. ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ. ഓപ്ഷൻ ബി, അസേർഷനും റീസണും ട്രൂ ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The instrument used to measure the electric current. Electric current measure ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്. യെസ്, അമ്മീറ്റർ ആണ്. നമുക്കറിയാം അമ്മീറ്റർ ആണ്. ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓൾട്ടിമീറ്റർ എന്താണ്? ഓൾട്ടിമീറ്റർ
ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അബൌവ് സീ ലെവൽ. ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്. അനിമോമീറ്റർ വിൻഡ് സ്പീഡ്, കറക്റ്റ് ആണ്. വിൻഡ് സ്പീഡ് അല്ലെങ്കിൽ വിൻഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതിലേതെങ്കിലുമൊക്കെയാണ് നമുക്ക് ചോദ്യം വരുന്നതെങ്കിൽ അറിഞ്ഞിരിക്കാമല്ലോ. ഓക്കെ, സോ അമ്മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. When a television is switched on, ഒരു ടെലിവിഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ we listen the sound first and then see the picture. We see the picture first, then listen the sound. It depends on the TV manufacturing company. We get audio and visual at the same time. ലൈറ്റിന് സ്പീഡ് കൂടുതലായതുകൊണ്ടാണോ പിക്ചർ ഫസ്റ്റ് കാണുമെന്ന് പറയുന്നത്? ആക്ച്വലി വി സി ദ സൗണ്ട് ഫസ്റ്റ് ആൻഡ് ദെൻ സി ദ പിക്ചർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ റെസല്യൂഷൻ കൂടുതലല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിലൊക്കെ, സൗണ്ടിനെക്കാട്ടിലും പിക്ചറിനാണ് റെസല്യൂഷൻ കൂടുതൽ അല്ലേ? നമ്മൾ അതിന്റെ ഓരോ പാർട്ടിനും നമ്മൾ പിക്സൽ എന്ന് പറയും. ഈ പിക്സല് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം ലാഗ് ഉണ്ട്. ഇന്നത്തെ ടി വിയിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി കാരണം വളരെ നാനോ സെക്കൻഡ്സിന്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ്, സൗണ്ടും വരുന്നതും പിക്ചർ വരുന്നതായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ പണ്ടത്തെ ടി വികളൊക്കെ ആയിരുന്നെങ്കിൽ ഇച്ചിരി സൗണ്ടൊക്കെ കേട്ടിച്ചിട്ട് പതിയെ ആ പിക്ചർ തെളിഞ്ഞു വരത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ആ ഡിഫറൻസ് കുറച്ചുകൂടെ വിസിബിൾ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഡിഫറൻസ് വിസിബിൾ അല്ല. പക്ഷെ ആദ്യം നമ്മൾ കേൾക്കുന്ന സൗണ്ട് ആണ്. കാരണം സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. പിക്ചറിന് ഈ റെസല്യൂഷൻ, പിക്സൽ വാല്യൂ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും അത് മെയിൻറ്റെയിൻ ചെയ്ത് ജനറേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളത് കൊണ്ട് പിക്ചർ കുറച്ച് സ്ലോ ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. 2 unequal masses possess the same momentum. രണ്ട് unequal masses സെയിം മൊമെന്റം ആണ് ഉള്ളത്. Then the kinetic energy of the heavier mass is, അങ്ങനെയാണെങ്കിൽ heavier massന്റെ kinetic energy dash the kinetic energy of the lighter mass. ലൈറ്റർ മാസിന്റെ kinetic energy ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് the kinetic energy of the heavier mass is smaller than the kinetic energy of the lighter mass, greater than the kinetic energy of the lighter mass, same as the kinetic energy of the lighter mass, none of this. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഹെവിയർ മാസിന്റെ kinetic എനർജിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. സോ അരുൺ ആൻഡ് രേവതി ആർ കമന്റഡ് എ. നമുക്ക് നോക്കാം. അതിന് നമുക്ക് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ അറിയണം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. മൊമെന്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ എന്താണ്? പി സ്ക്വയർ ബൈ 2m ആണ്. രണ്ട് മാസസ് ഉണ്ട്. സപ്പോസ് m1 ഈസ് ഗ്രേറ്റർ ദാൻ m2 എന്നിരിക്കട്ടെ. m1 ഈസ് ഗ്രേറ്റർ ദാൻ m2. കൈനറ്റിക് എനർജി ഓഫ് m1, ഫസ്റ്റ് മാസിന്റെ കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m1 ഉം സെക്കൻഡ് മാസിന്റെ കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m2 ആണ്. നമുക്കറിയാം ഈ രണ്ട് മൊമെന്റും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആൻഡ് m1 ആണ് വലിയ മാസ് എന്നാണ് നമ്മൾ എടുത്തേക്കണേ. m1 ഈസ് ഗ്രേറ്റർ ദാൻ m2 എന്നാണ് നമ്മൾ എടുത്തേക്കണേ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ആർക്കായിരിക്കും കൂടുതൽ? മാസ് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ആർക്കായിരിക്കും കൂടുതൽ? ഫസ്റ്റ് വണ്ണിന് കൈനറ്റിക് എനർജി കുറവായിരിക്കും ദാൻ സെക്കൻഡ് വൺ. ഹെവിയർ മാസ് ആയ m1ന് കൈനറ്റിക് എനർജി കുറവായിരിക്കും. കാരണം മാസ് ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ് kinetic energy of first mass is or heavier mass is less than or smaller than the kinetic energy of the lighter mass. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ 8 പേരെ ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട്. അരുൺ, രേവതി, ജിതിൻ, അക്ഷയ് ഇവര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്ത് കാണുന്നത്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. മൊമെന്റം ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ്. മൊമെന്റത്തിന് ഈ താഴെ പറഞ്ഞതിൽ ഏതിന്റെ യൂണിറ്റ് തന്നെയാണ് ഉള്ളത്? മൊമെന്റത്തിനും ഈ താഴെ പറയുന്ന ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് സെയിം എന്നാണ് ചോദ്യം. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? സി ആണ് റൈറ്റ് ആൻസർ. മൊമെന്റത്തിന്റെ യൂണിറ്റ്, മൊമെന്റം എന്ന് പറയുമ്പോൾ momentum is
P equal to mv. ഓക്കെ, അപ്പൊ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. അത് തന്നെയാണ് കപ്പിളിന്റെ യൂണിറ്റ്. ഓക്കെ, ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു എഫ് ഡെൽറ്റ ടി. എഫ് ഡെൽറ്റ ടി. ഫോഴ്സിന്റെ യൂണിറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ന്യൂട്ടൺ ആണ് നമുക്കറിയാം. അതല്ലാതെ നമ്മൾ എഴുതുവാണെങ്കിൽ മാസ് കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോ ഇതിന്റെ യൂണിറ്റ് വരുമ്പോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ കട്ട് ചെയ്ത് പോകും. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ഈസ് വെരി സ്മോൾ ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ impulse is a large force acting for a short time. ഒരു വലിയ സമയത്തേക്ക്, കുറച്ച് സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വലിയ ഫോഴ്സ്. ഇപ്പൊ രണ്ട് വെഹിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണ്. ആ കൊളൈഡ് ചെയ്യുമ്പോഴുള്ള ആ ഫോഴ്സ് വളരെ വലുതാണ്. പക്ഷെ അത് വളരെ ചെറിയ നേരത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുക. ഇമ്പൾസ് ഈസ് എഫ് ഡെൽറ്റ ടി. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. The best conductor of electricity is. തന്നിരിക്കുന്നതിൽ ഇലക്ട്രിസിറ്റിയുടെ ബെസ്റ്റ് കണ്ടക്ടർ ഏതാണ്? ബെസ്റ്റ് കണ്ടക്ടർ ഓഫ്, യെസ്, ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. യെസ്, സിൽവർ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. An apparatus for viewing objects lying above the eye level of the observer and whose direct vision is obstructed. അതായത് നമ്മുടെ ഐ ലെവലിന് നേരെയുള്ള സാധനങ്ങളല്ലാതെ അതിന് ഹയർ ലെവലിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് കാണണം. പക്ഷെ ആ വ്യൂ അവിടെ ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ട് നമുക്ക്, പക്ഷെ അപ്പുറത്തുള്ള ആ ഒബ്ജക്റ്റ് നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ സപ്പോസ് നമ്മൾ ഒരു മതിലിന്റെ അപ്പുറത്ത് നിൽക്കാന്ന് വിചാരിച്ചാൽ, ആ മതിലുള്ളതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റ് ഏതാ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ പിക്ചറാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യെസ്, ആൻസർ വന്നിട്ടുണ്ട്. എന്താണ്? എല്ലാവരും ബി ആണ് പറഞ്ഞേക്കുന്നത്. പെരിസ്കോപ്പ് ആണ്. ഓക്കെ, ആ പെരിസ്കോപ്പിന്റെ പടമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പെരിസ്കോപ്പ് ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഫോട്ടോമീറ്റർ എന്തിനാണെന്ന് അറിയാവോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു മെഷർ സ്ട്രെങ്ത് ഓഫ് EM വേവ്. സോ EM വേവ് എന്ന് പറയുമ്പോൾ എല്ലാ EM വേവ് അല്ല, UV ടു UV വിസിബിൾ ഇൻഫ്രാറെഡ് 3. പെരിസ്കോപ്പ് നമ്മൾ പറഞ്ഞു. പ്ലാനിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യെസ്, ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഇറഗുലർ ഷേപ്സിന്റെ ഒക്കെ ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാനിമീറ്റർ ഉപയോഗിക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പോ? സ്പെക്ട്രോസ്കോപ്പ് സ്പെക്ട്രം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പെക്ട്രം ഓഫ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ആറ്റത്തിന്റെ ഒക്കെ സ്പെക്ട്രം. നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ സ്പെക്ട്രം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സ്പെക്ട്രോസ്കോപ്പ്. ഓക്കെ, വിച്ച് ആറ്റം ഹാസ് ഓൺലി 1 ഇലക്ട്രോൺ? യെസ്, ഹൈഡ്രജൻ ആണ് 1 ഇലക്ട്രോൺ ഉള്ളത് അല്ലേ. ഹൈഡ്രജൻ എത്ര പ്രോട്ടോൺ ഉണ്ട്? Proton, number of protons 1. Yes, number of neutrons of 0. Yes. Which of the following is different from others? Speed, time, density, force. കാരണം എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞവര് യെസ്, ഫോഴ്സ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ കൂടെ വേണമെങ്കിൽ നോക്കാം. ഇവിടെ ടൈം ഒഴിച്ച് ടൈം മാത്രമാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് കേട്ടോ. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ.
നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.